ഏതാണ്ട് ഒരു വർഷം മുമ്പ് അയ്യോ ലക്ഷദ്വീപിനെ കാവ്യവൽക്കരിക്കുന്നേ, നരേന്ദ്രമോദി ഫാസിസം കൊണ്ടുവരുന്നേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച അതേ ആളുകളെല്ലാം ഇപ്പോൾ ലക്ഷദ്വീപിൻ്റെ ടൂറിസത്തെക്കുറിച്ച് വാതോരാതെ പുകഴ്ത്തി തുടങ്ങിയിട്ടുണ്ട്. ശരിയാണ്, ഇപ്പോഴും ചില പ്രശ്നങ്ങൾ ലക്ഷദ്വീപിനുണ്ട്. മാലദ്വീപിനെ അപേക്ഷിച്ച് ലക്ഷദ്വീപിലേക്ക് ടൂറിസത്തിന് പോകേണ്ടവർക്ക് ഇപ്പോഴും പെർമിറ്റുകൾ ആവശ്യമുണ്ട്, വിസ ആവശ്യമുണ്ട്, കുറേ നൂലാമാലകളുണ്ട്. ഇതൊക്കെ ശരിയാക്കാൻ തന്നെയാണ് നരേന്ദ്രമോദി ഒരു വർഷം മുമ്പ് ശ്രമിച്ചത് എന്ന് നിങ്ങൾ മറന്നുപോയി. 2014 അധികാരത്തിലെത്തിയതിനു ശേഷം ഈ രാജ്യത്തിൻ്റെ ഓരോ ഭാഗത്തും എന്താണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അത് കാശ്മീരിലായാലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലായാലും ആൻഡമാൻ നിക്കോബാറിലായാലും കേരളത്തിലായാലും ലക്ഷദ്വീപിലായാലും അത്തരം പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ചപ്പോഴാണ് അയ്യോ ലക്ഷദ്വീപിനെ കാവ്യവൽക്കരിക്കുന്നേ, ഫാസിസം വരുന്നേ, ലക്ഷദ്വീപിലെ ജനങ്ങളെ കൊല്ലാൻ നോക്കുന്നേ, അവിടുത്തെ മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നേ എന്നൊക്കെ ഇവർ നിലവിളിച്ചത്. ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് ശങ്കുട്ടിദാസ് എഴുതിയൊരു കുറിപ്പുണ്ട്. ചൈനയ്ക്ക് മക്കാവ് പോലെ, ഇന്തോനേഷ്യയ്ക്ക് ബാലി പോലെ, തായ്ലൻഡിന് ഫുക്കറ്റ് പോലെ ഇന്ത്യക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും സഞ്ചാരികളെ ആകർഷിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രമാകാൻ ശേഷിയുള്ള ദ്വീപ് സമൂഹം. എന്നിട്ടും ലക്ഷദ്വീപിലെ ജനങ്ങൾ ഇപ്പോഴും പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ ചൂരമീൻ ഉണക്കിയും ചകിരിനാര് പിരിച്ചും കഴിയുകയാണ്. വിദേശ രാജ്യത്തുള്ളവർ പോയിട്ട് 1% ഇന്ത്യക്കാർ പോലും ഇതുവരെ ലക്ഷദ്വീപ് കണ്ടിട്ടേയില്ല. ലക്ഷദ്വീപിൽ ഒരൊറ്റ സിനിമാ തിയേറ്റർ പോലുമില്ല. ലക്ഷദ്വീപിൽ ഇപ്പോഴും പെട്രോൾ പമ്പുകളില്ല. ലക്ഷദ്വീപിലെ 35 ദ്വീപുകളിൽ അഗത്തി, ബംഗാരം, കവരത്തി എന്നീ 3 ദ്വീപുകളിൽ മാത്രമേ 4G നെറ്റ്വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. BSNLനും എയർടെലിനും മാത്രമേ ദ്വീപിൽ ആകെ മൊബൈൽ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. ബാറുകളോ ബിയർ പാർലറുകളോ നല്ല ഹോട്ടലുകളോ ഷോപ്പിംഗ് സെൻറ്ററുകളോ വീതിയുള്ള റോഡുകളോ വൃത്തിയുള്ള മാർക്കറ്റുകളോ ആധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളോ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഒന്നും ദ്വീപിൽ ഉണ്ടായിരുന്നില്ല. ഒരു മാസം തികച്ചു നിൽക്കുമോ നിങ്ങൾ ഈ സ്വർഗത്തിൽ? വിചിത്രമായ ഒറ്റപ്പെടുത്തൽ നയം കൊണ്ട് 65 കൊല്ലം കേന്ദ്രം ഭരിച്ച സർക്കാരുകൾ ഇന്ത്യൻ മെയിൻലാൻഡുമായി ഒരു ബന്ധവുമില്ലാതെ അകറ്റി നിർത്തിയ ഒരു തുരുത്തായിരുന്നു ഇത്. ഇന്ത്യക്കാർക്ക് പോലും ലക്ഷദ്വീപിൽ പ്രവേശിക്കണമെങ്കിൽ ഇപ്പോഴും പ്രത്യേക എൻട്രി പെർമിറ്റ് ആവശ്യമാണ്. വിദേശികൾക്കാവട്ടെ ഈ പെർമിറ്റ് ഉണ്ടെങ്കിൽ പോലും ലക്ഷദ്വീപിലെ 3 ദ്വീപുകൾ മാത്രമേ സന്ദർശിക്കാനാവൂ. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കുള്ള ക്രൂയിസ് പാസേജ് റൂട്ടിൽ കിടന്നിട്ടും ലക്ഷദ്വീപിൽ ഇപ്പോഴും ഓൺ അറൈവൽ എൻട്രി പെർമിറ്റ് പോലുമില്ല. അഗത്തിയിൽ ആകെയുള്ള എയർപോർട്ടിലാണെങ്കിൽ എയർബസോ ബോയിങ് പോലെയുള്ള വലിയ വിമാനങ്ങൾക്ക് ഇറങ്ങാനുള്ള സൗകര്യവുമോ ഇല്ല. എയർ ഇന്ത്യ മാത്രമാണ് ലക്ഷദ്വീപിലേക്ക് പാസഞ്ചർ സർവീസ് നടത്തുന്നത്. പിന്നെയുള്ളത് കൊച്ചിയിൽ നിന്ന് 18 മണിക്കൂർ കൊണ്ട് ദ്വീപിലെത്തിക്കുന്ന വെറും 7 കപ്പലുകളാണ്. എല്ലാ കാലവും ലക്ഷദ്വീപിനെ ഇതുപോലെ പുറം ലോകത്തേക്ക് കടന്നു വരാനാവാത്ത വിധം ഒറ്റപ്പെട്ട തുരുത്തായി നിലനിർത്തണം എന്നാഗ്രഹിക്കുന്നവരുടേതാണ് സേവ് ലക്ഷദ്വീപ് എന്ന ക്യാമ്പയിൻ. അങ്ങനെ പോരാ എന്ന് പറയുന്നതാണ് നരേന്ദ്രമോദിയുടെ നിലപാട്. അതിനെയാണ് കാവ്യവൽക്കരണം, ഫാസിസം എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ എതിർത്തത്. എന്നാൽ നരേന്ദ്രമോദിയുടെ ലക്ഷ്യം വ്യക്തം തന്നെയാണ്. അതുകൊണ്ടാണ് 2017 ജൂൺ 1 കേന്ദ്ര സർക്കാർ ഐലൻഡ് ഡെവലപ്മെൻറ്റ് ഏജൻസി എന്ന സംവിധാനം രൂപീകരിക്കുന്നത്. ആൻഡമാനും ലക്ഷദ്വീപും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നിയന്ത്രണത്തിലുള്ള 26 ദ്വീപസമൂഹങ്ങളുടെ സർവ്വതോന്മുഖമായ പുരോഗതിയാണ് പ്രധാനമന്ത്രി തന്നെ അധ്യക്ഷനായ നീതി ആയോഗിൻ്റെ നേതൃത്വത്തിൽ IDA ലക്ഷ്യം വെക്കുന്നത്. ദ്വീപുകളിലെ അടിസ്ഥാന സൗകര്യ വികസനം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഗ്രീൻ എനർജി പ്രൊജക്റ്റുകൾ, വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം, ഫിഷറീസിൻ്റെയും ടൂറിസത്തിൻ്റെയും വികസനവും പ്രോത്സാഹനവും എന്നുൾപ്പെടെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് പ്ലാൻ തന്നെ നീതി ആയോഗ് അതിനായി തയ്യാറാക്കിയിട്ടുണ്ട്. ദ്വീപുകളെ മെയിൻലാൻഡായ ഭാരതവും ലോകവുമായി കൂടുതൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് അവിടെയെല്ലാം ഒരു ഇൻ്റഗ്രേറ്റഡ് ടൂറിസം സെൻട്രിക് എക്കോസിസ്റ്റം നിർമ്മിച്ചെടുക്കുക എന്ന ഒരു വലിയ പദ്ധതിയുടെ തുടർച്ചയിലാണ് ഈ നഗരാസൂത്രണവും ദ്വീപ് വികസനവും ലക്ഷ്യം വെച്ചുള്ള ലക്ഷദ്വീപ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി നരേന്ദ്രമോദി വിഭാവനം ചെയ്തത്. 2020 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി ലക്ഷദ്വീപിലേക്ക് കടലിനടിയിലൂടെയുള്ള ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ലിങ്ക് പദ്ധതി 1000 ദിവസത്തിനകം പൂർത്തീകരിക്കും എന്ന് പ്രഖ്യാപിച്ചത്. അത് ഉദ്ഘാടനം ചെയ്യാനാണ് ഈ ജനുവരി മാസം ലക്ഷദ്വീപിൽ നരേന്ദ്രമോദി എത്തിയത്. വിദേശ സഞ്ചാരികൾക്കുള്ള എൻട്രി പെർമിറ്റിലെ നിരോധിത മേഖലകൾ ഒഴിവാക്കിക്കൊണ്ട് എല്ലാ ദ്വീപുകളിലും എല്ലാവർക്കും പ്രവേശനാനുമതി നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ വർഷം തന്നെ തീരുമാനമെടുത്തിരുന്നു. അതായത് നരേന്ദ്രമോദി കൊടിയേറ്റത്തിന് എന്നേ തയ്യാറെടുത്തിരുന്നു. ദ്വീപിൽ തന്നെ കസ്റ്റംസ് ക്ലിയറൻസും ഓൺ അറൈവൽ എൻട്രിയും നിലവിൽ വരുന്നതോടെ ഫോറിൻ വെസലുകൾക്ക് കൊച്ചിയിൽ പോയി ക്ലിയറൻസും പാസും എടുക്കേണ്ട സാഹചര്യം ഇല്ലാതാവുകയാണ്. 160 കോടി ചെലവിൽ 30 മാസം കൊണ്ട് അഗത്തി എയർപോർട്ട് വികസിപ്പിക്കാൻ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ കഴിഞ്ഞ വർഷം ടെൻഡർ ക്ഷണിച്ചിരുന്നു. ഇന്ന് പണി പൂർത്തീകരിക്കാറായിരിക്കുന്നു. ഇതിനു പുറമെ മിനിക്കോയിൽ പുതിയ എയർപോർട്ട് കൂടി ആരംഭിക്കാൻ IDA തീരുമാനിച്ചിട്ടുണ്ട്. 100 ഇന്ത്യൻ നഗരങ്ങളെ സ്മാർട്ട് സിറ്റികളാക്കി മാറ്റാനുള്ള കേന്ദ്ര നഗര വികസന മന്ത്രാലയത്തിൻ്റെ പദ്ധതിയുടെ 4ാം ഘട്ടത്തിൽ ലക്ഷദ്വീപിലെ കവരത്തിയും ഇടം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ 540 കോടി രൂപ ചെലവിൽ കവരത്തി ഒരു സ്മാർട്ട് സിറ്റിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷദ്വീപ് ട്യൂണയെ ഒരു ബ്രാൻഡായി മാർക്കറ്റ് ചെയ്യാനുള്ള പദ്ധതി IDA യോഗത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു അടിമുടി മാറ്റത്തിന് ലക്ഷദ്വീപിനെ ഒരുക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ലക്ഷ്യം വെച്ചത്. പക്ഷേ അത്തരം ശ്രമങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുന്ന മതയാഥാസ്ഥികർക്ക് അതൊട്ടും ദഹിക്കുന്നില്ല. ഗുജറാത്തിയായ അഡ്മിനിസ്ട്രേറ്റർ പറ്റില്ല എന്നതിൽ തുടങ്ങി
തീരദേശ പരിപാലന നിയമം നടപ്പിലാക്കാൻ പാടില്ല എന്നതുവരെ നീളുന്ന ഒരു ലിസ്റ്റ് തന്നെയുണ്ട് ഇത്തരം പ്രതിഷേധത്തിൽ. ഉദാഹരണത്തിന് ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി ദ്വീപിൽ ബാറുകൾക്ക് അനുമതി നൽകാനുള്ള തീരുമാനം. വർഷത്തിലൊരിക്കൽ 10-15 ദിവസം മാത്രം കിട്ടുന്ന അവധിക്കാലം ആഘോഷിക്കാൻ പറ്റിയൊരു ടൂറിസ്റ്റ് സ്പോട്ട് തിരയുന്ന വിനോദസഞ്ചാരികളിൽ ഭൂരിഭാഗം പേരും അതിനായി ഒരു ഡ്രൈ ലാൻഡ് തിരഞ്ഞെടുക്കില്ല എന്നതൊരു സാമാന്യ യുക്തിയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഇന്തോനേഷ്യ മുതൽ അറബ് രാജ്യങ്ങളായ UAEയും ഖത്തറും വരെ സന്ദർശകർക്കായി മദ്യ വിൽപ്പന അനുവദിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധിയുടെ ജന്മദേശമായതിനാൽ സംസ്ഥാന രൂപീകരണ ബില്ലിൽ തന്നെ മദ്യനിരോധനം പ്രഖ്യാപിച്ച ഗുജറാത്തിൽ പോലും പുറമെ നിന്ന് വരുന്നവർക്ക് ലിക്കർ പെർമിറ്റ് അനുവദിക്കുന്നുണ്ട്. എന്നാൽ ലക്ഷദ്വീപിൽ മദ്യവിൽപ്പനയ്ക്ക് അനുമതി നൽകുന്നത് പ്രദേശവാസികളുടെ സാംസ്കാരിക സെൻസിറ്റിവിറ്റിയെ വ്രണപ്പെടുത്തുമെന്നതാണ് വാദം. വികസനാധിഷ്ഠിതമായ പരിഷ്കരണവാദവും മതാധിഷ്ഠിതമായ തൽസ്ഥിതിവാദവും തമ്മിലാണ് ആ സംഘർഷമെന്ന് നോക്കിയാൽ കാണാം. ഈ യുക്തി വെച്ചാണെങ്കിൽ 80% ഹിന്ദു ജനസംഖ്യയുള്ള ഇന്ത്യയിൽ ആകെ ഭൂരിപക്ഷത്തിൻ്റെ സാംസ്കാരിക സെൻസിറ്റിവിറ്റി പരിഗണിച്ച് ഗോവധ നിരോധനം നടപ്പാക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ അപ്പോൾ അവർക്ക് സെൻസിറ്റിവിറ്റി പോയിട്ട് സെൻസിബിലിറ്റി പോലും ഉണ്ടാവാറില്ല. മറ്റൊരാക്ഷേപം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ദ്വീപിൽ ജനസംഖ്യാ നിയന്ത്രണത്തിന് ഭരണകൂടം ശ്രമിക്കുന്നു എന്നതാണ്. 32 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് ലക്ഷദ്വീപിൻ്റെ ആകെ വിസ്തീർണം. എന്നാൽ അവിടെ 2011 സെൻസസ് പ്രകാരം തന്നെ 64,000 ആളുകൾ താമസിക്കുന്നുണ്ട്. ദ്വീപിൻ്റെ ജനസാന്ദ്രത എന്നത് ഓരോ ചതുരശ്ര കിലോമീറ്ററിലും 2000-ൽ ഏറെ ആളുകൾ താമസിക്കുന്നതാണ്. ഇന്ത്യയിലെ തന്നെ 3ാമത്തെ ഏറ്റവും ഉയർന്ന ജനസാന്ദ്രതയാണ് ലക്ഷദ്വീപിലേത്. എന്നാൽ ഈ 32 സ്ക്വയർ കിലോമീറ്റർ എന്നത് 35 ദ്വീപുകളുള്ള ലക്ഷദ്വീപിൻ്റെ ആകെ വിസ്തീർണമാണെന്നും അതിൽ 10 ദ്വീപുകളിൽ മാത്രമാണ് ആളുകൾ താമസിക്കുന്നത് എന്നതുകൂടി മനസ്സിലാക്കിയാൽ മാത്രമേ യഥാർത്ഥ ജനസാന്ദ്രത എത്രയോ മേലെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. മേൽക്കുമേലായി അട്ടിയിട്ടതുപോലെ ആളുകൾ തിങ്ങി നിറഞ്ഞ ഇടം എന്ന് പറഞ്ഞാൽ അതിഭാവത്വമില്ല. അതിൻ്റെ കൂടെ ഓരോ ദശകത്തിലും 7% വീതം ജനസംഖ്യാ വർധനവും. ഈ നിലയിൽ ജനപ്പെരുപ്പമുള്ളൊരു കുഞ്ഞു ദ്വീപിൽ ഭൂരിപക്ഷം മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യനോ ജൈനനോ ആയാലും ജനസംഖ്യാ വർധനവിനെ ഭരണകൂടം നിരുത്സാഹപ്പെടുത്തുക തന്നെ വേണം. അല്ലെങ്കിൽ അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് ആ മനുഷ്യർക്ക് ജീവിക്കാൻ സാധ്യമാവില്ല. എന്നാൽ 2-ൽ കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകുന്ന ശൈലിയെ നിയമം നിരുത്സാഹപ്പെടുത്തുമ്പോൾ പൊടുന്നനെ അത് വംശവർധനയ്ക്കുള്ള അവകാശത്തിൽ കൈകടത്തുന്ന സ്റ്റേറ്റിനെതിരെ എന്ന രീതിയിൽ പ്രതിഷേധം ഉയരുകയാണ്. നിശ്ചയമായും വികസനാധിഷ്ഠിതമായ പരിഷ്കരണവാദവും മതാധിഷ്ഠിതമായ ഒരു തൽസ്ഥിതിവാദവും തമ്മിലാണ് ഈ സംഘർഷം. 39 ദ്വീപുകളുണ്ടായിരുന്നു ഒരു കാലത്ത് ലക്ഷദ്വീപിൽ. ഒരുപക്ഷെ ലക്ഷദ്വീപ് എന്ന പേരുണ്ടായിരുന്ന കാലത്ത് 100 കണക്കിന് ദ്വീപുകളെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. 5 കൊല്ലം മുമ്പ് വരെ 36 ദ്വീപുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളത് 35 ദ്വീപുകൾ മാത്രമാണ്. ആൾത്താമസമില്ലാതിരുന്ന പുരളി എന്ന 36ാമത്തെ ദ്വീപ് കടലെടുത്തു പോയത് 2017-ലാണ്. 4 ദ്വീപുകൾ കൂടി സമീപഭാവിയിൽ അതേ ഭീഷണി നേരിടുന്നുണ്ട് എന്നാണ് പരിസ്ഥിതി വിദഗ്ധർ പറയുന്നത്. 1998-ൽ 51% കോറൽ കവർ ഉണ്ടായിരുന്ന ലക്ഷദ്വീപിന് 2017-ൽ കോറൽ കവറുള്ളത് 11% മാത്രമാണ്. 20 കൊല്ലത്തിൽ 40%-ൻ്റെ നാശമാണ് ലക്ഷദ്വീപിൻ്റെ കരയ്ക്ക് സംഭവിച്ചത്. തീരദേശ മണ്ണൊലിപ്പ് അഥവാ കോസ്റ്റൽ ഇറോഷനാണ് പുരളി ഉൾപ്പെടെയുള്ള ദ്വീപുകളെ അപ്രത്യക്ഷമാക്കിയത്. എന്നിട്ടും അങ്ങനെയുള്ള ലക്ഷദ്വീപിൽ തീരദേശ സംരക്ഷണ നിയമം കർശനമായി നടപ്പിലാക്കാൻ അഡ്മിനിസ്ട്രേറ്റർ ശ്രമിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ഷെഡ് പൊളിച്ച ഫാസിസത്തെ അപലപിക്കുകയാണ് ഇവിടുത്തെ സോ കോൾഡ് പരിസ്ഥിതിവാദികൾ പോലും. ദ്വീപ് ഇല്ലാതാകുക എന്ന വിദൂര നഷ്ടത്തേക്കാൾ തീരദേശത്ത് അനുമതിയില്ലാതെ നിർമ്മിച്ച ഷെഡുകളും അനധികൃത കെട്ടിടങ്ങളും പൊളിച്ചു കളയേണ്ടി വരിക എന്ന സമീപ നഷ്ടത്തെക്കുറിച്ച് ഓർത്ത് അസ്വസ്ഥരാകുന്ന സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ മനോഭാവത്തെ നമുക്ക് മനസ്സിലാക്കാം. അവർ പാവങ്ങളാണ്. അവർക്കിത്തരം പരിസ്ഥിതിവാദവും ലോകവിവരവും ഉണ്ടാവില്ല. എന്നാൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പഠിച്ച പരിസ്ഥിതിവാദികളെന്ന് അവകാശപ്പെടുന്ന ചില പ്രബുദ്ധർക്ക് എന്താണ് മനസ്സിലാകാത്തത്? രാവിലെ മീൻ ചമ്മന്തി കൂട്ടി ദോശയും ഉച്ചയ്ക്ക് മീൻ കറിയും മീൻ വറുത്തതും മീൻ പീരയും കൂട്ടി ചോറും വൈകുന്നേരം ചായക്കൊപ്പം മീൻ കട്ട്ലറ്റും മീൻ സമൂസയും രാത്രി ചപ്പാത്തിയുടെ കൂടെ മീൻ ബാർബിക്യൂവും മീൻ റോസ്റ്റും കഴിക്കേണ്ടി വരുന്ന അവസ്ഥയെപ്പറ്റി ദ്വീപുകളിൽ താമസിക്കുന്ന സുഹൃത്തുക്കൾ ധാരാളം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ സ്വാഭാവികമായും പച്ചക്കറിക്കാണ് കൂടുതൽ ഡിമാൻഡും വിലയും. പഴങ്ങളും പച്ചക്കറികളും അവിടെ വളരില്ല. അടുത്ത പോർട്ടിൽ നിന്ന് കപ്പലിൽ കയറി വേണം ദ്വീപിലെത്താൻ. അതുകൊണ്ട് തന്നെ മീനിന് കിലോ 20 രൂപയോടടുത്ത് പച്ചക്കറിക്ക് കിലോ 200 രൂപ വരെ ആവും. അങ്ങനെയുള്ള ദ്വീപിൽ ഒരു നേരമെങ്കിലും കുട്ടികൾക്ക് പച്ചക്കറികൾ കൊടുക്കുക എന്നാൽ പോഷകാഹാരം കൂടി ഉറപ്പുവരുത്തുക എന്നതാണ്. കാരണം മീനും ഇറച്ചിയും രാവിലെയും രാത്രിയും അവർക്ക് വീട്ടിലും കിട്ടും. പക്ഷേ പച്ചക്കറി സ്കൂളിൽ നിന്ന് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ കിട്ടിയെന്നേ വരില്ല. അതിനെ മാംസാഹാര വിലക്ക് എന്നല്ല, സസ്യാഹാരം ഉറപ്പാക്കൽ എന്നാണ് വിളിക്കേണ്ടത്. അതൊരു ഗവൺമെൻറ്റിൻ്റെ തലമുറയോടുള്ള ഉത്തരവാദിത്തമാണ്. ഗുജറാത്തുകാരനായ അഡ്മിനിസ്ട്രേറ്റർ വന്നതാണ് അവിടുത്തെ ആകെ പ്രശ്നം എന്ന വ്യാജ ഉട്ടോപ്യൻ നരേറ്റീവ് ചിലർ ബോധപൂർവം ആദ്യമേ പൊതുബോധത്തിൽ സൃഷ്ടിച്ചത്. ലക്ഷദ്വീപിൽ ഒരു പ്രശ്നവുമില്ലെങ്കിൽ അവിടെ ഒരു മാറ്റവും ആവശ്യമില്ലല്ലോ. അങ്ങനെയാണ് ഒരു കുറ്റകൃത്യം പോലുമില്ലാത്ത ലക്ഷദ്വീപ് എന്നൊക്കെയുള്ള കഥകൾ വരുന്നത്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥരെ ചേർത്ത് 2017-ൽ കവരത്തിയിൽ ആരംഭിച്ച ചൈൽഡ് ലൈൻ ഇന്ത്യ ഫൗണ്ടേഷൻ നിലവിൽ വരുന്നതിന് ശേഷമാണ്
ദ്വീപിൽ കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പരാതിപ്പെടാൻ പോലും ഒരു സംവിധാനം ഉണ്ടാകുന്നത്. 64,000 ആളുകൾ താമസിക്കുന്ന ലക്ഷദ്വീപിലെ 35 ദ്വീപുകൾക്കും കൂടി ആകെ 9 പോലീസ് സ്റ്റേഷനാണുള്ളത്. അതിൽ ആകെയുള്ള പോലീസുകാരുടെ എണ്ണം 349 മാത്രമാണ്. ഏതു ദ്വീപിലുള്ളവരായാലും പരാതി നൽകിയാൽ തുടർ നടപടികൾക്ക് കവരത്തിയിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വരണം എന്നുള്ളതുകൊണ്ട് ദ്വീപിലുള്ളവർ ഒന്നും പോലീസിൽ പരാതി നൽകാൻ മെനക്കെടില്ല. കേസുകൾ തമ്മിൽ പറഞ്ഞോ മധ്യസ്ഥരെ ഇടപെടുത്തിയോ ഒത്തുതീർക്കലാണ് പതിവ്. അതിനെയാണ് ക്രൈം റേറ്റ് ഇല്ലാത്ത ലക്ഷദ്വീപ് എന്നിവർ വാദിക്കുന്നത്. ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നത് കുറ്റകൃത്യങ്ങൾ ഇല്ല എന്നതിൻ്റെ സൂചനയല്ല, നേരെ മറിച്ച് അത് പോലീസിംഗ് കാര്യക്ഷമമല്ല എന്നതിൻ്റെ മാത്രം സൂചനയാണ്. നിയമ സംവിധാനത്തിൻ്റെ ഈ അഭാവം സ്വാഭാവികമായും അവിടെ സമാന്തര നിയമവ്യവസ്ഥയും നീതി സ്വയം നടപ്പാക്കുന്ന ലോക്കൽ ഗ്യാങ്ങുകളെയും സൃഷ്ടിച്ചിട്ടുണ്ട്. ടൂറിസം മേഖലയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന അഡ്മിനിസ്ട്രേഷന് ഒരിക്കലും ദ്വീപ് സന്ദർശിക്കുന്ന വിദേശികൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികളും നാട്ടുകാരെ പോലെ കുറ്റകൃത്യങ്ങൾക്ക് ഇരകളായാൽ നാട്ടുമധ്യസ്ഥരോട് സമീപിച്ച് കുറ്റവാളികളോട് പ്രശ്നം പറഞ്ഞ് ഒത്തുതീർപ്പാക്കിക്കോട്ടെ എന്ന് വിചാരിക്കാനാവില്ല. സഞ്ചാരികളെ ദ്വീപിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നതിന് മുമ്പ് അഡ്മിനിസ്ട്രേറ്റർക്ക് ആദ്യം അവർക്ക് സുരക്ഷിതമായി സന്ദർശനം പൂർത്തിയാക്കി മടങ്ങിപ്പോകാനാകുമെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെപ്പോലും അത് ബാധിച്ചേക്കാം. അതിന് ദ്വീപിൽ വളർന്നു വരുന്ന ക്രിമിനൽ സംഘങ്ങളെ അമർച്ച ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഗുണ്ട ആക്ട് ലക്ഷദ്വീപിന് ആവശ്യമായി വരും. ദ്വീപിൽ ഇതുവരെ ഒരു പ്രശ്നവുമില്ല എന്ന വാദം പരിഷ്കരണങ്ങളെ പ്രതിരോധിക്കാനുള്ളൊരു മിഥ്യാവാദം മാത്രമാണ്. ദ്വീപിൽ പല പ്രശ്നങ്ങളുമുണ്ടെന്നും അവയ്ക്ക് പരിഹാരങ്ങൾ ആവശ്യമാണെന്നും ആദ്യം ഉൾക്കൊള്ളണം. ദ്വീപിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയുണ്ട്. ദ്വീപിന് ഇന്ത്യയുമായി ബന്ധമില്ലായ്മയുണ്ട്. ദ്വീപ് സാധ്യമായ അവസരങ്ങൾ പലതും ഉപയോഗിക്കുന്നില്ലെന്ന പ്രശ്നമുണ്ട്. ചരക്ക് കയറ്റി വന്ന കപ്പലിൽ ഒരു നായയും ഉണ്ടായിരുന്നു എന്ന പേരിൽ ചരക്കിറക്കാൻ സമ്മതിക്കാതെ കപ്പൽ തിരിച്ചയച്ചത്ര പ്രബലമാണ് അവിടുത്തെ മതയാഥാസ്ഥികത. അതേ മതയാഥാസ്ഥികത തന്നെയാണ് സിനിമ മതവിരുദ്ധമാണ് എന്ന പേരിൽ ഷൂട്ടിംഗ് നൽകിയ അനുമതി അഡ്മിനിസ്ട്രേറ്ററെ കൊണ്ട് പിൻവലിപ്പിച്ചിട്ടുള്ളത്. അതേ യാഥാസ്ഥികത തന്നെയാണ് ലക്ഷദ്വീപിലെ പരിഷ്കരണത്തിന് അനുവാദം നൽകാതെ ഭരണകൂടത്തോട് കലഹിക്കുന്നത്. ഏതൊരു നാട്ടിലെയും ജനമെന്നത് ഇന്നാ മണ്ണിൽ ജീവിക്കുന്നവർ മാത്രമല്ല, നാളെ അവിടെ ജീവിക്കേണ്ടവർ കൂടിയാണ്. അവരെ കൂടി പരിഗണിക്കേണ്ട ബാധ്യത നാട് ഭരിക്കുന്ന ഭരണകൂടങ്ങൾക്കുണ്ട്. ഇവിടെ സ്കൂളും ആശുപത്രിയും വേണ്ടെന്ന് ഇന്ന് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും പറഞ്ഞാലും അതനുസരിക്കലല്ല ജനാധിപത്യം. ജനാധിപത്യം എന്നത് ഇന്നിനെപ്പറ്റിയുള്ള ചിന്തയോടൊപ്പം തന്നെ നാളേക്കായുള്ള കരുതൽ കൂടിയാണ്. ലക്ഷദ്വീപിന് ഭാവിയെ കരുതിയുള്ള മാറ്റങ്ങൾ ആവശ്യമാണ്. അതുറപ്പാക്കേണ്ടത് ഇന്ത്യൻ യൂണിയൻ്റെ ബാധ്യതയുമാണ്. കൊടിയേറ്റം നടത്തിയാൽ ഉത്സവം കെങ്കേമമായി നടത്താനും ജഗന്നാഥൻ അറിയാമെന്നും അതിന് ആരുടെയും പിന്തുണയും സപ്പോർട്ടും ആവശ്യമില്ല എന്നും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. 2020 മുതൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ആരൊക്കെ എതിർത്തിട്ടും എത്ര സമരങ്ങളുണ്ടാക്കിയിട്ടും അദ്ദേഹം ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോയി വികസനം നടപ്പാക്കാൻ തീരുമാനിച്ചതിൻ്റെ റിസൾട്ടാണ് ഇന്ന് കാണുന്നത്. മാലിദ്വീപിലേക്കുള്ള ടിക്കറ്റ് ബുക്കിങ്ങുകൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് ലോകം ഇന്ന് ലക്ഷദ്വീപിലേക്ക് വരാൻ പോകുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തിൻ്റെ ലക്ഷ്യമാണ്. അതിൻ്റെ ഫലം കിട്ടാൻ പോകുന്നത് ഭാരതം എന്ന രാജ്യത്തിനാണ്, അല്ലാതെ നരേന്ദ്രമോദിക്ക് മാത്രമല്ല. ഇനിയും ഒരുപാട് പരിഷ്കാരങ്ങൾ ലക്ഷദ്വീപിൽ ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും വിസ ഓൺ അറൈവൽ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. പല പെർമിറ്റ് നടപടികളും ഇല്ലാതാക്കേണ്ടതുണ്ട്. അതെല്ലാം ചെയ്യാനും അതെല്ലാം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും അറിയാവുന്ന ആൾ തന്നെയാണ് രാജ്യം ഭരിക്കുന്നത്. ആരുടെയും ക്ലാസുകൾ അവിടെ ആവശ്യമില്ല. എന്തു വേണമെന്നും എങ്ങനെ ചെയ്യണമെന്നും വ്യക്തമായ ബോധ്യമുള്ള നരേന്ദ്രമോദി തന്നെയാണ് ഈ രാജ്യം ഭരിക്കുന്നത്, ഇനിയും ഭരിക്കാൻ പോകുന്നതും.